മകളെ മകളുടെ അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പതിവ് ആര്യയ്ക്കില്ല. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ആര്യയും രോഹിത്തുമായി വളരെയധികം പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ രോഹിത്തുമായിട്ട് ഇപ്പോൾ ചേർന്ന് പോകുന്നില്ലെങ്കിൽ പോലും ആ ദിവസം മുതൽ വേർപിരിഞ്ഞ ദിവസം മുതൽ ഇന്ന് വരെയും കുശി ആ വീട്ടിൽ പോകാതെയോ അച്ഛനോടൊപ്പമോ അച്ഛൻ്റെ കുടുംബക്കാർക്കൊപ്പമോ സമയം ചെലവഴിക്കാതെയോ ഇരുന്നിട്ടില്ല. ഇപ്പോഴിതാ വീണ്ടും അത് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അർച്ചനയുടെയും പ്രവീണിൻ്റെയും മകനായ ആയിക്കുട്ടനെ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഖുഷി ബേബിയും ആയുവും ഒരുമിച്ചിരിക്കുന്ന ചിത്രം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ആര്യ. ആര്യയ്ക്ക് ചിത്രം കിട്ടിയപ്പോൾ തന്നെ അർച്ചനെ ടാഗ് ചെയ്തുകൊണ്ട് പങ്കുവയ്ക്കുകയും ചെയ്തു. ഖുഷി ദീദിയും ആയുവും ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നുവെന്ന് ആര്യ കുറിക്കുകയും അതോടൊപ്പം അർച്ചനെ ടാഗ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അർച്ചനയും ആര്യയും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. ഒരിക്കലും അവരുടെ സൗഹൃദത്തിന് ഇവരുടെ പ്രശ്നം ഒരിക്കലും ബാധ്യതയായിട്ടില്ല. അർച്ചനയുമായിട്ടുള്ള സൗഹൃദത്തിന് ശേഷമാണ് ആര്യ രോഹിത്തിനെ വിവാഹം കഴിച്ചത്. രോഹിത്തുമായി വളരെയധികം നല്ല അടുപ്പമായിരുന്നു ആര്യയ്ക്കുണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെയാണ് മകളെ എപ്പോഴും ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ അച്ഛൻ്റെ അരികിലേക്ക് വരുന്നതും. സാധാരണ അമ്മയും അച്ഛനും തമ്മിൽ വേർപിരിഞ്ഞാൽ മക്കൾ ആരുടെ ഒപ്പമാണോ അവരുടെ കൂടെ നിൽക്കാൻ മാത്രമേ പിന്നീട് സാധിക്കുകയുള്ളൂ. എന്നാൽ ആര്യ അങ്ങനൊരമ്മയല്ല. മറിച്ച് എപ്പോഴൊക്കെയാണോ മകൾക്ക് ആവശ്യമെന്നും മകൾക്ക് അച്ഛൻ്റെ അടുത്ത് പോകാമെന്നൊരു നില വരുന്നതോ അപ്പോഴൊക്കെ തന്നെയും ഇരുത്താം എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ തന്നെ വിടാൻ സാധിക്കുമെന്നും പറയുന്നു. അങ്ങനെ വിടാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന് തന്നെ മറുപടി നൽകുന്നുണ്ട്. പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമുള്ളൊരു വ്യക്തിയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ആരാധകർക്ക് ഇപ്പോൾ ഇത് മനസ്സിലാവുകയും ചെയ്യുന്നു എന്ന് പറയാനുള്ള കാരണവുമുണ്ട്. പ്രേക്ഷകർ അത് വളരെയധികം നന്നായി തന്നെ കാണുകയും ചെയ്യുന്നു. ആരാധകരുടെ പ്രീതിയാണ് ശരിക്കും പറഞ്ഞാൽ വളരെയധികം കൃത്യമായി ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെല്ലാത്തിനും കാരണം ഇപ്പോൾ ആര്യയ്ക്കുള്ള പ്രീതി തന്നെയാണ്. ആര്യ കുഞ്ഞിനെ നോക്കുന്നൊരു സ്നേഹമുണ്ട്. ആര്യ മകളെ പ്രത്യേക രീതിയിലാണ് വളർത്തുന്നതെന്ന് പറയണം. ആര്യയ്ക്ക് ഖുഷി ബേബി എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നെപ്പോഴും പ്രേക്ഷകർ ചിന്തിക്കാറുണ്ട്. രോഹിത്തുമായി വേർപിരിഞ്ഞതിന് ശേഷം ആര്യ ഒരിക്കൽ പോലും ഖുഷിയെക്കുറിച്ച് മാറി ചിന്തിച്ചിട്ടില്ല. സിബിനുമായിട്ടുള്ള വിവാഹം നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഖുഷിക്ക് തന്നെയായിരുന്നു മുൻഗണന. ഖുഷിയോടായിരുന്നു സിബിൻ ആദ്യം ചോദിച്ചത്. ആര്യോട് പോലും ഇഷ്ടം ചോദിച്ചിട്ടില്ലായിരുന്നു. പ്രേക്ഷകരും അത് സംസാരിക്കുന്നുണ്ട്. ആര്യോടുള്ള ഇഷ്ടം പറയുന്നതിന് മുൻപേ തന്നെ ഖുഷിയോട് സംസാരിക്കുകയായിരുന്നു സിബിൻ. ഖുഷിയുമായി വളരെയധികം അടുപ്പമായിരുന്നു സിബിൻ ഉണ്ടായിരുന്നത്. ഖുഷി എന്ത് മറുപടി പറയുമോ അത് വെച്ച് മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനമായിരുന്നു. ആ കുട്ടിക്ക് തീരുമാനമെടുക്കാനുള്ള പക്വതയുണ്ട്. ആ കുട്ടിക്ക് ആരെയും സിബിനും വേണ്ട എന്നാണ്, അല്ലെങ്കിൽ ആരെയും ഖുഷി മാത്രമെന്നായിരുന്നുവെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കണം. ഓരോ തവണയും ഓരോ പ്രശ്നങ്ങളിൽ ആര്യയെ തിരിച്ചു വരാൻ സഹായിച്ചതെല്ലാം ഖുഷി തന്നെയാണ്. അതുകൊണ്ട് ആര്യയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു ഭാഗ്യം തന്നെയാണ് ഖുഷി എന്ന് ആര്യ എപ്പോഴും പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.